ഇനി നമുക്ക് ആലപ്പുഴ കുട്ടനാട് കൈനകരിയിലെ കനകാശ്ശേരി പാടത്തെ മടവീഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടനാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ പറയാൻ. എന്താ ഈ മടവീഴ്ച എന്ന പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ഉടൻ എന്തെങ്കിലും നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ട് കുട്ടനാട്ടിലെ 450-ലധികം കുടുംബങ്ങൾ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വന്നിരിക്കുന്നു. മട കുത്താൻ വേണ്ട നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ഇവർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കുട്ടനാട്ടിലെ കൈനകരി കനകാശ്ശേരി പാടശേഖരത്ത് 2 ആഴ്ച മുൻപാണ് മടവീഴ്ചയുണ്ടായത്. 2018-ലെ മഹാപ്രളയത്തിനു ശേഷം ഇവിടെ മടവീഴ്ച പതിവാണ്. ഇത്തവണത്തെ മടവീഴ്ചയിൽ 425 ഏക്കറോളം വരുന്ന പാടശേഖരത്തെ കൃഷി നശിക്കുകയും സമീപത്തുള്ള മറ്റു പാടശേഖരങ്ങളിലും വീടുകളിലും വെള്ളം കയറുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത്. ആലപ്പുഴ മുനിസിപ്പൽ മൈതാനത്ത് നിന്നും കളക്ടറേറ്റിലേക്കായിരുന്നു പ്രതിഷേധ പ്രകടനം. അധികാരികൾ എത്ര പ്രാവശ്യം കാശ് മടക്കി മടകുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ മട വീണ്ടും വീണ്ടും പോവുക. അത് നല്ല ബന്ധപ്പെടുത്തി മട ഉണ്ടാക്കുന്ന രീതിയിൽ ഞങ്ങളെ സുരക്ഷിതരാക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ പറഞ്ഞയക്കുന്ന ഭരണാധികാരികൾക്കുണ്ട്. കോടികൾ മുടക്കിയാണ് ഓരോ തവണയും മടകുത്തുന്നത്. എന്നാൽ അശാസ്ത്രീയമായ രീതിയിൽ മടകുത്തുന്നതിനാലാണ് തുടരെ മടവീഴ്ചയുണ്ടാകുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. 4ാമത്തെ മടയാണ് ഇപ്പം ഞങ്ങളുടെ ഈ പാടശേഖരത്തിൽ വീഴുന്നത്. ഒരു പാടശേഖരത്ത് മട വീണ് കഴിഞ്ഞാൽ 3 പാടശേഖരത്തിലെ ഏരിയയിലുള്ള പ്രദേശവാസികളും എല്ലാവരുമാണ് വെള്ളത്തിലാകുന്നത്. അപ്പം ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം വേണം. മടവീഴ്ചയുണ്ടായ സ്ഥലത്ത് കളക്ടർ സന്ദർശനം നടത്തുകയും വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മടകുത്താൻ വേണ്ട യാതൊരു മുന്നൊരുക്കവും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. 24 ആലപ്പുഴ. 24 2 വർഷത്തിന്റെ നിറവിൽ